ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചപ്പാത്തിക്കും പൂരിക്കും സൈഡ് ഡിഷായ ബാജി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുക്കറിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കട്ടെ, കളറൊന്ന് മാറി വരട്ടെ. ഉഴുന്നിൻ്റെ നിറം കുറച്ചൊന്ന് മാറുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. 400 ഗ്രാം സവാള, വലിയ 3 സവാളയൊക്കെ വരും. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള കനം കുറച്ച് അരിയണ്ട, ഇച്ചിരി കട്ടിയായിട്ടൊക്കെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകട്ടെ, ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചതച്ചത് 1.5 ടീസ്പൂണും പിന്നെ 4 പച്ചമുളകും കൂടെ. പച്ചമുളക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിലൊരു തക്കാളിയും ഇട്ട് കൊടുക്കാം, മീഡിയം സൈസിലെ ഒരു തക്കാളി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി, മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്, തീരെ ചെറുതാക്കണ്ട, കുറച്ച് വലിപ്പത്തിലൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. 400 ഗ്രാം ഉരുളക്കിഴങ്ങ്, കുറച്ച് വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാതാണ് ചേർത്തേക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ബാജി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് കുറച്ചൊന്ന് ഉടച്ചാണ് ചേർക്കുന്നത്. ഇത് പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ ചേർത്തിട്ട് വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെയൊക്കെ ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഞാനിതിലോട്ട് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ്. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. 10 മിനിറ്റൊക്കെ മതി എല്ലാം കൂടെ. ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ഉടയ്ക്കണ്ട. ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് മല്ലിയിലയും കൂടെ ചേർക്കാം. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഉടയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്, മുക്കാലും ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാജി ഇത്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ മസാല ദോശയ്ക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.